ഇതാ എന്റെ പ്ലാൻ. എന്റെ ബൈക്കിലെ സ്പോക്കുകൾ മാറ്റി സ്പ്രിങ്ങുകൾ സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത് അങ്ങേയറ്റത്തെ ആഘാതങ്ങൾ പോലെയോ മറ്റെന്തെങ്കിലുമോ ആയി പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതി. ഇത് സൈദ്ധാന്തികമായി സവാരി വളരെ സുഗമമാക്കും. അങ്ങനെ ചക്രങ്ങളിൽ നിന്ന് സ്പോക്കുകൾ മുറിച്ച് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഒരു നീരുറവ പൊട്ടിപ്പോയാൽ അത് മണിക്കൂറിൽ 1 ബില്യൺ മൈൽ വേഗതയിൽ വെടിവെച്ച് എന്നെ ബാധിക്കാത്ത തരത്തിൽ ഉറവകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഹബുകൾ പരിഷ്കരിക്കുന്നു. ഇത് ഞാൻ ആദ്യം വിചാരിച്ചതിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്കുണ്ടായ അടുത്ത വലിയ പ്രശ്നം നീരുറവകൾ പുറത്തെ അരികിലേക്ക് നീട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നതാണ്. അതിനാൽ ചക്രം താഴേക്ക് ഉറപ്പിക്കുന്നതിനും ട്രക്ക് സ്ട്രാപ്പിന്റെ മെക്കാനിക്കൽ പ്രയോജനം ഉപയോഗിച്ച് എനിക്ക് ചുറ്റുമുള്ള എല്ലാ നീരുറവകളും ലഭിക്കാൻ ആവശ്യമായ സഹായം നൽകാനും കഴിയുന്ന ഈ മുഴുവൻ റിഗ്ഗും ഞാൻ നിർമ്മിച്ചു. ഇത് ഒരു നീണ്ട പ്രക്രിയയായിരുന്നു, പക്ഷേ ഇത് നന്നായി പ്രവർത്തിച്ചു. എന്തായാലും അതിനുശേഷം ഒരു ടയർ ചേർക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ഞാൻ ഇട്ടതിന് ശേഷം ഉടൻ തന്നെ അത് പൊങ്ങുന്നു. അതിനാൽ എനിക്ക് അത് മാറ്റി പുതിയൊരെണ്ണം ധരിക്കേണ്ടിവന്നു. അത് ഞാൻ ഇട്ടതിന് ശേഷം ഉടൻ തന്നെ പോപ്പ് ചെയ്തു. അതിനാൽ ഞാൻ അത് പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റി. ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു. ശരി, ഇതാ അത് എത്ര രസകരമാണെന്ന് നോക്കൂ. ഇത് യഥാർത്ഥത്തിൽ വളരെ ഭാരമുള്ളതാണ്. വ്യക്തമായും ചക്രങ്ങൾ പോലെ ഭാരമുള്ളതല്ല, പക്ഷേ അത് പിരിമുറുക്കത്താൽ മധ്യഭാഗത്ത് പിടിച്ചിരിക്കുന്നു. ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമന്റ് ഇടുക. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.